ഹലോ ഹായ്. ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ ഇവിടെ നിന്നാട്ടോ. ഈ ഒരു പള്ളിയിലാണ് നമ്മളിന്ന് നോമ്പ് തുറക്കാൻ വന്നത്. അപ്പോൾ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മർക്കസ് നോളജ് സിറ്റിയിലാണ്. കേരളത്തിൽ ഒരേ സമയം 10,000 ആൾക്കാർ നോമ്പ് തുറക്കുന്ന ഒരു ഇഫ്താർ സംഗമത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ മർക്കസ് നോളജ് സിറ്റിയിലാണ് ഈ ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരേ സമയം 25,000-ഓളം ആൾക്കാർ നോമ്പ് തുറക്ക് പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നോമ്പ് 1 മുതൽ 30 വരെ ഇവിടെ ലാവിഷായിട്ട് അടിപൊളി ഇഫ്താറാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഒന്നുകൂടി. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് നോമ്പ് തുറ. ഇവിടെ കഴിഞ്ഞ വർഷം റമദാൻ 15 അന്ന് 25,000-ത്തിലധികം ആളുകൾ പങ്കെടുപ്പിച്ചിട്ടൊരു ഗംഭീര നോമ്പ് തുറ നടന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതേപോലെ തന്നെ അടിപൊളി നോമ്പ് തുറയാണ് ഈ റമദാൻ 15 നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് അല്ലാതെ തന്നെ എല്ലാ ദിവസവും റമദാൻ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നോമ്പ് തുറ, അടിപൊളി നോമ്പ് തുറ നടക്കുന്നുണ്ട്. പറ്റുന്ന ആൾക്കാരെല്ലാം റമദാൻ 15 എത്താൻ പറ്റുന്ന രീതിയിൽ വന്നോളിട്ടോ. അന്ന് ഒരു അടിപൊളി നോമ്പ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നോമ്പറേ എന്താ ഇവിടെ നോമ്പർക്ക് സ്പെഷ്യൽ അറിയോ? നോമ്പർക്ക് എന്താ സ്പെഷ്യൽ അറിയോ? എന്തായാലും പള്ളറിഞ്ഞാൽ മതി. അയ്യവാ, നോമ്പ് തുറക്കാൻ എന്താണല്ലോ പള്ളെന്ന് അറിയേണ്ടതാണ് ഇവിടെ കണക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പോയി നോക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്, മട്ടനാണോ ചിക്കനാണോ ബീഫാണോ നോക്കാം. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അതിലെങ്ങനെ കറങ്ങിയ സമയത്ത് ഒരു അടിപൊളി കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഒരു തണ്ണിമത്തൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് തണ്ണിമത്തൻ വിളഞ്ഞ് പാകമായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു ഇവിടുത്തെ തണ്ണിമത്തൻ വിളവെടുക്കുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന തണ്ണിമത്തനൊക്കെ അതാ കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് എടുത്തിട്ടാണ്. ഇത്ര ക്ലിയർ ഇല്ലാത്തത്, താഴെ പോകാൻ സമയം കിട്ടില്ല. നമ്മൾ കണ്ടത് മുകളിലെത്തിയപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണിത് കാണുന്നത് കേട്ടോ. ഒരുപാട് ഏരിയയിൽ അടിപൊളി തണ്ണിമത്തൻ കൃഷിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഒക്കെ ഒരുപാട് നല്ല പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഈ പ്രാവശ്യം ഉണ്ടാക്കിയ തണ്ണിമത്തനാണല്ലോ, അടിപൊളി തണ്ണിമത്തൻ, നല്ല സൈസുള്ള തണ്ണിമത്തൻ തന്നെയാണ്. ഒരുപാട് ഏരിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയം അടുത്തുകൊണ്ട് കാണാൻ അത് മണ്ടുന്നുണ്ട് അങ്ങോട്ട്. അതേപോലെ നമ്മളും അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഏകദേശം സമയം എടുത്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം അങ്ങോട്ട് പോയി ഇരിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അവിടേക്ക് എത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഏരിയ മുഴുവൻ കവറായിട്ടുണ്ട്. നോമ്പ് ഫസ്റ്റ് തന്നെ അതുകൊണ്ട് ആളുകളൊക്കെ അറിഞ്ഞ് തുടങ്ങി വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിപ്പോൾ ഒരു 10-20 മിനിറ്റ് മുന്നേ എത്തിയ സമയത്തുള്ള കാഴ്ചയാണിത്. അപ്പോൾ ആൾക്കാർ ഇനി ഒരുപാട് പേരാണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇരുന്ന ആൾക്കാരെ മുന്നിൽ ഭക്ഷണം ഒക്കെ റെഡിയാണ്. നമ്മൾ ഗൾഫിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന മാതിരി തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഭക്ഷണം വെച്ചിട്ട് 4 ആൾക്കാർ അല്ലെങ്കിൽ 5 ആൾക്കാരനുസരിച്ച് ഇരുന്നിട്ടൊക്കെയാണ് ഒന്നിച്ചുള്ളൊരു നോമ്പ് തുറ കേട്ടോ. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഗൾഫിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയും പോവുകയും നിൽക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുഖം. ഇവിടെ നമുക്ക് ഇതൊരു നടപ്പില്ലാത്തവരാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. ഒരുപാട് ഏരിയയിൽ അവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉസ്താദുമാർ സഹകരണമാണ്. അതെന്താ വെച്ചാൽ അവർ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും തടുക്കട്ടെ. നമ്മൾ ഇന്നലെ വളർത്തിയിരുന്നു നമ്മുടെ പള്ളി പരിപാലനത്തിന് ആവശ്യമായി സഹായം ഇതിന് ചെറിയ എല്ലാ ദിവസവും അത് സ്വീകരിക്കും. ഇവിടുന്നാണ് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി അങ്ങോട്ട് പോകുന്നത്. ആ ചെറിയ കുഞ്ഞു മക്കളൊക്കെ അവിടെ വെള്ളവും കാരക്കയും വത്തക്കയൊക്കെ എടുത്ത് വെക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അതേപോലെ ഭക്ഷണം വിളമ്പാനൊക്കെ അതിൻ്റെ ആളുകളുണ്ട്. ഒക്കെ സെറ്റാണ്. ദുനിയാവിലും സന്തോഷിക്കാൻ ഒത്തുചേരുന്നത് സ്വർഗത്തിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗണയെ നമുക്കൊക്കെ നൽകുന്നതോടെ ഉള്ള ഗണയെ ആ രൂപത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ വന്ന സമയത്ത് അന്ന് 17 അന്നായിരുന്നു തോന്നുന്നു. അന്ന് ഈ പള്ളിയിലെ
ചുറ്റുഭാഗത്തിലും ഫുള്ളായിട്ട് ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതവർ പറഞ്ഞത് 25,000-ലധികം ആൾക്കാർക്കുള്ള ഭക്ഷണം അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ആളെ അന്ന് പാക്കിംഗ് ആയിരുന്നു. അത്രയും ആൾക്കാർ ഒന്നിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ സൗകര്യം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഫുള്ളായിട്ട് ഭക്ഷണം പാക്ക് ചെയ്ത് ബോക്സ് ആക്കിയിട്ടായിരുന്നു കൊടുത്തത്. വെള്ളവും ജ്യൂസും അതേപോലെ ഫുഡും എല്ലാം കൂടി ഒരു ബോക്സ് ആക്കിയിട്ട് ഓരോരോ ആൾക്കാർക്ക് വെച്ച് കൊടുത്തായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് പോയത്. അന്ന് ഒരുപാട് ആൾക്കാർ ഈ പള്ളിയുടെ അന്നത്തെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കറിയാം, ഒരുപാട് ആൾക്കാർ ഈ പള്ളിയുടെ ചുറ്റും എന്ന് പറയുമ്പോൾ അത്രയും ഏരിയ ഉണ്ടാവും. ഇത്രയും വലിയ പള്ളീൻ്റെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഈ ഒരു സൈഡ് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നത്. അതേപോലെ ഒരുപാട് ഏരിയയിൽ അത്രയും ആൾക്കാർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ അതാ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വെച്ച സാധനങ്ങളും തെയ്യാത്ത അവസ്ഥയിലൊക്കെ പോകുന്നത്. കാരണം അതാ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. നോമ്പ് ബാങ്ക് തുറക്കാനാവുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ എണ്ണം കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇവിടെ തന്നെ ഒരുപാട് ഉമറാക്കൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഈ സംരംഭങ്ങൾക്ക് വേണ്ടി അങ്ങനെ നമ്മളും അവിടെ ഒരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു. ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 4 ആൾക്കാരാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളത്. ഭക്ഷണമൊക്കെ താഴെ റെഡിയാണ്. വെള്ളം, ജ്യൂസ് ഉണ്ട്, അതേപോലെ കാരക്ക ഉണ്ട്, ഒക്കെ സെറ്റാണ് കേട്ടോ. ബാങ്ക് കൊടുത്താൽ മാത്രം മതി. ഒറ്റയാൾ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഫൈനലി ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് തുടങ്ങിട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ആൾക്കാർ കുറച്ച് കൂടുതലായ സമയം ഭക്ഷണം റെഡിയാക്കിയതിൻ്റെ പേരിൽ അപ്പോൾ വീണ്ടും ഒരാളെയും കൂടി ആഡ് ചെയ്ത് 5 ആളാക്കി ഒരു ഇതിൽ കേട്ടോ. അങ്ങനെ സൗകര്യം ചെയ്ത് എല്ലാവരോടും നല്ല അൽഹംദുലില്ലാഹ് ലാവിഷായിട്ട് നല്ല ഉഷാറായി നോമ്പ് തുറന്നു കഴിഞ്ഞു. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം നിസ്കാരത്തിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. താഴെ പോയി ഒതുവൊക്കെ എടുത്ത് വീണ്ടും പള്ളീൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. മാഷാ അല്ലാഹ്, ഈ പള്ളീൻ്റെ ഉള്ളിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയുള്ളൊരു പള്ളിയാണ്. ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പള്ളി ആദ്യമായിട്ടാണ്
അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവർ നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പള്ളിക്ക് കുറ്റം പറയുന്നുണ്ട്. അത് കുറ്റം പറയുന്നൊന്നും അത് ഒരു എവിടെ എത്തുന്നില്ല. കാരണം അത്രയും ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിലാണ് ഇത്രയും ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പള്ളി നിലനിൽക്കുന്നത്. അതായത് നിസ്കാരം തുടങ്ങി ബാക്കി നിസ്കാരം കഴിഞ്ഞിട്ട് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمساكننا ولمن له حق علينا ولمن اوصانا بالدعاء ولمن ساهم في بناء هذا المسجد وفي عمارته يا رب العالمين اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതാ പള്ളിയുടെ എല്ലാ ഭാഗത്തും ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ഇരുടായി തുടങ്ങി. അപ്പോൾ ലൈറ്റിൻ്റെ പവറൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. എന്താ ഭംഗി എന്നറിയോ? നമ്മളെ ഗ്രാൻഡ് മോസ്ക് ഷെയ്ഖ് സായിദ് മോസ്കിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഭംഗിയൊക്കെ കേട്ടോ. അതേപോലെ ഉണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതാ എന്ന് ചിരിച്ചുകൊണ്ട് മാത്രം പേര് പറയാൻ പറ്റുന്ന ഒരു ഉപ്പിലിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഒന്ന് എടുത്താളാൻ വിചാരിച്ച് നോക്കുന്ന സമയത്ത് ഒരു ലോകമാണ് ഉപ്പിലിട്ടതിൻ്റെ കേട്ടോ. എന്തൊക്കെ ഫ്രൂട്ട്സും അതേപോലെ കായ്ഫലങ്ങളും കിട്ടാണ്ട് അതെല്ലാം ഇവിടെ ഭരണിയിലായിട്ടുണ്ട് ഉപ്പിലിട്ടിട്ട്. ആൾക്കാർ നോമ്പ് തുറന്നും കൊണ്ട് എത്തിയാൽ മതി. അതേപോലെ ഒരുപാട് അച്ചാറുകൾ, കാന്താരി മുളക് ഉപ്പിലിട്ടത്, പിന്നെ ഒരുപാട് ബൂസ്റ്റ് കുലുക്കി അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോമ്പ് തുറന്നിട്ട് തെറാവിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റാൻ നോളജ് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നടക്കൂന്ന് നിങ്ങൾ കണ്ടോളി. ഇത്രയും വലിയൊരു ഷോപ്പ്, പുറത്തൊക്കെ ചെറിയ ചെറിയ തട്ടുകട, പക്ഷേ ഇത്രയും വലിയൊരു ഷോപ്പ് ഉപ്പിലിട്ടതിന് നമ്മൾ ആദ്യമായിട്ട് കാണട്ടോ. അത്രയും സാധനങ്ങൾ, അത്രയും ക്വാണ്ടിറ്റി സാധനം, അത്രയും എനിക്ക് തോന്നുന്നു ഒരു 100-150 ഭരണി നിറച്ച് ഓരോ ഐറ്റംസ്. എന്തൊക്കെ ഫ്രൂട്ട്സ്, എന്തൊക്കെ കായ്ഫലം കിട്ടാണ്ടോ അതെല്ലാം ഇവിടെ ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോളജ് സിറ്റിയിൽ നോമ്പ് തുറക്കാൻ വരുമ്പോൾ ഈ ഒരു ലൊക്കേഷനെ മറക്കണ്ട. ഇവിടെ വന്നിട്ട് ഉപ്പിലിട്ടൊക്കെ കഴിച്ച് പോയിക്കോളി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.